ഹായ് സുന്ദരീസ്, വെൽക്കം ടു അച്ചസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സീക്വൻസും വേണം, ഗോൾഡൻ കളറിലെ തന്നെ സീക്വൻസും. അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റംസ്, ഈ ഒരു ബീഡ്സും ഈ ഒരു സീക്വൻസും യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പാറ്റേൺ ഒന്ന് നോക്കാം. ബി ഷേപ്പിലാണ് കേട്ടോ നെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അംഗ്രഹ കട്ട് മോഡൽ ചുരിദാറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് അംബ്രല കട്ടാണല്ലോ. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അംഗ്രഹ മോഡലിലാണ് ചെയ്യുന്നത്. വി ഷേപ്പിൽ വരച്ചിട്ട് ഫസ്റ്റ് ആ വി ഷേപ്പ് വരുന്ന അതേപോലെ തന്നെ താഴേക്ക് നമ്മുടെ ആ ഒരു ചെസ്റ്റിന് താഴേക്ക് കൊണ്ടുവന്നിട്ട് ശരിച്ചു കൊണ്ടുവന്ന് നമ്മൾ എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഇതാക്കുണ്ട് കുറച്ച് കർവ് ഷേപ്പിൽ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്, കുറച്ച് ലീഫ് വരച്ചിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡിസൈനകത്ത്, അതായത് യോക്കിൻ്റെ പോർഷൻ ഫുള്ള് ഓവറോൾ ഒരു ബീഡ്സ് ഡിസൈൻ വന്നിട്ടുണ്ട്. അതാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ, പാർട്ടി വെയർ ആണ്. നിങ്ങൾക്ക് ബ്ലാക്കിലായതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ വി ഷേപ്പിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വി ഷേപ്പ് ഇങ്ങനെ നേരെ സ്കെയിൽ വെച്ചിട്ട് താഴേക്ക് വരച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജസ്റ്റ് ഒരു കർവ് ലൈനിൽ പോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം, കാരണം നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിലേക്ക് വരുമല്ലേ. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ അളവിൽ തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാം ഈ ഒരു കർവ് ഷേപ്പിൽ വരച്ചിരിക്കുന്നത് ഒരേ അളവിൽ ഒരേ പോലെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം, അത് മറക്കരുതേ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ഹാൻഡായിട്ട് അങ്ങ് വരച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഒന്ന് ഒരു റൗണ്ട് വരയ്ക്കുക. ആ റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ആ റൗണ്ട് ഷേപ്പിൻ്റെ ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ എത്ര വീതിക്ക് വേണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു അളവിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ കർവ് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വലുപ്പത്തിലുള്ള റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ വരച്ച് നമ്മൾ ആ ലൈൻസിൽ കൂടി വരച്ചങ്ങോട്ട് പോയാൽ മതിയേ. അപ്പോൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ഓരോ ബീഡ്സും ഓരോ ഷുഗർ ബീഡും നമ്മൾ ഫിക്സ് ചെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ഈ ഒരു ഡിസൈൻ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പോർഷനും കൂടി ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ തന്നെ 2-3 ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ആ വളച്ച് വന്നേക്കുന്ന ആ ഒരു ഭാഗത്ത് കണ്ടോ കുറച്ച് ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെ ചുമ്മാ ഞാൻ വരച്ച് കൊടുത്തിരിക്കുക കേട്ടോ. ഞാൻ ഡാർക്കാക്കി വരച്ച് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ലൈൻ പോലെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒന്ന് കാണത്തക്ക വിധത്തിലൊന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു 3 ബീഡ്സ് മുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഒരു 4 ബീഡ്സ് വെച്ചിട്ട് താഴേക്ക് നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ചെയ്തിങ്ങ് പോരുക. മനസ്സിലായോ? സെൻറ്ററിൽ, അതായത് ഏറ്റവും മുകളിലെ ഭാഗത്ത് ഒരു 3 ബീഡ്സ് ലെഫ്റ്റും റൈറ്റും താഴേക്ക് ലീഫ് ഷേപ്പിൽ വരുമ്പോഴത്തേക്ക് ഒരു 4 ബീഡ്സ് വെച്ചിട്ട് ആ അളവിൽ ചെയ്തെടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ലീഫ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഫില്ല് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യണേ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കോർണർ ഭാഗത്ത് ആ ഒരു കർവ് ഷേപ്പിൻ്റെ ആ ഒരു മൂല ഭാഗത്ത് അവിടെ നമുക്ക് ഒരു 2 ബീഡ്സ്, 2 ഷുഗർ ബീഡ്സും ഒരു സീക്വൻസും, അങ്ങനെ ഒരു 3 പെറ്റൽ പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു 2 ഷുഗർ ബീഡ്സും ഒരു സീക്വൻസും. അപ്പോൾ ആ ഒരു 3 ഭാഗത്തായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലീഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്.
കുറച്ചും കൂടെ വലുപ്പത്തിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും തിക്കായിട്ട് ഇരിക്കത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് അകലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റൗണ്ട്സ് വരയ്ക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള റൗണ്ട്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ലീഫ് വരച്ചു കൊടുക്കുന്നു. വീണ്ടും അടുത്തത് ആ കോർണർ ഭാഗത്ത് സീക്വൻസ് ചെയ്ത് കൊടുത്തു. വീണ്ടും നമ്മൾ ലീഫ് വരച്ചു കൊടുത്തു. കണ്ടോ? ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇപ്പം ഇങ്ങനെ തന്നെ നമ്മൾ ആഗ്രഹ മോഡലിൽ നമ്മൾ എവിടെ വരെ നമ്മൾ ലൈൻസ് വരച്ചിട്ടുണ്ടോ ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ വരച്ച് പോകാം. ഇനിയിപ്പോൾ കണ്ടോ, നമ്മൾ വി ഷേപ്പിലാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി ഞാൻ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ യോക്കിൻ്റെ പോർഷൻ പാറ്റേൺ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. കുറച്ച് കുഞ്ഞു റൗണ്ട്സ് കൊടുത്തേക്കുന്ന കണ്ടായിരുന്നല്ലോ. ആ റൗണ്ട്സിൽ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇത്ര അകലത്തിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഷുഗർ ബീഡ്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു ഷുഗർ ബീഡ് ഒന്ന് സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഒരു 7 or 8 അത് നമുക്കൊന്ന് വെച്ച് നോക്കണം. നമുക്ക് ആ ഒരു കറക്റ്റ് റൗണ്ട്സ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ആദ്യം ചെയ്ത ബീഡുണ്ടല്ലോ, ആദ്യം നമ്മൾ കോർത്ത ബീഡ്സ് അതിനകത്തുകൂടി നമ്മൾ നീഡിൽ കൊണ്ടുവരിക. അപ്പം നമുക്ക് ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്പ്രെഡ് ചെയ്ത പോലെ ആ ഒരു പോയിൻറ്റ്സിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്, സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ടോ വരുന്നത്. സ്ലീവിൽ നമ്മളിപ്പം സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ ബീഡ്സ് ചെയ്തില്ലേ, അതങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമുള്ളവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്